ഹായ്, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമല്ലേ? അങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ. അങ്ങേ മലയിൽ കൂടെ പോകുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട് എത്തിപ്പിടിക്കാനൊന്നും നോക്കണ്ട. അതിൻ്റെ പേരിൽ എന്നിട്ട് ടെൻഷൻ അടിക്കാനും വിഷമിക്കാനും ഒന്നും നിൽക്കേണ്ടെന്നേ. അതുപോലെയൊക്കെ നിങ്ങളെ പോലെയൊക്കെ തന്നെ എല്ലാ പ്രശ്നങ്ങളും വിഷമവും സങ്കടവും ഒക്കെ ഉള്ള ഒരാൾ തന്നെയാകട്ടോ ഞാനും. എന്നിട്ടും ഞാൻ നിങ്ങളുടെ അടുക്കൽ ഒരുപാട് സന്തോഷത്തോടെയും കളിച്ചും ചിരിച്ചും ഒക്കെ അല്ലേ ഇരിക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. മനസ്സിന് ഒത്തിരി നമ്മളങ്ങ് ടെൻഷൻ കൊടുത്തിട്ടുണ്ട്, നമ്മൾ രോഗിയായിട്ട് തീരും. അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട. വരുന്നിടത്ത് വെച്ച് നമുക്ക് നേരിടാമെന്നങ്ങ് തീരുമാനിച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് തൊട്ട് മുമ്പോട്ട് പോകാം കേട്ടോ. പിന്നെ നിങ്ങൾ ഇന്ന് ആവശ്യപ്പെട്ട വീഡിയോസ് ഞാൻ ചെയ്യുമെന്ന് നിങ്ങളുടെ അടുക്കൽ ഇന്നലെ ലൈവിൽ വന്നപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നലെ കുറേ പേര് പറഞ്ഞു എനിക്ക് എവിടെ പോയാലും കണ്ണ് ദോഷമാണ്, നാവേറാണ്, അതുപോലെ തന്നെ മോൻ ജോലിക്ക് പോകാനായിട്ട് മടി കാണിക്കുന്നു, പിന്നെ പറഞ്ഞു മറ്റേ ഫാറ്റ് ലിവറിൻ്റെ ഒരു ഒറ്റമൂലി പറയുമോ, അതുപോലെ ഷുഗറിൻ്റെ പറയുമോ, പിന്നെ ചോദിച്ചാൽ ഗ്യാസിനുള്ള ഒറ്റമൂലി പറയുമോ എന്നൊക്കെ. അതൊക്കെ 1 by 1 ആയിട്ട് ഞാൻ പറയാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ എങ്കിൽ അതിനൊക്കെ ഉപരിയായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ ഞെട്ടിച്ചുകൊണ്ട് രാവിലെ എനിക്കൊരു ഫോൺ കോൾ ഇൻസ്റ്റയിൽ വന്നു. അപ്പം എനിക്ക് ആദ്യമേ എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് വീണ്ടും തുടർച്ചയായിട്ട് വന്നപ്പം കൊച്ചെടുത്തിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ തന്നു. ഇപ്പം 3-4 പ്രാവശ്യമായി വിളിക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഞാൻ ഇച്ചിരി തിരക്കില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാട്ടോ, രാവിലത്തെ ജോലി അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കറുകപ്പള്ളി അമ്മച്ചിയുടെ മോള് രജനിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേലോ, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ചിലപ്പോൾ ഞങ്ങളെ ഓർക്കാനൊരു വഴിമാർ കാണത്തില്ല. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തീരെ കുഞ്ഞായിരുന്ന സമയത്ത് ഇവിടുന്ന് പോയതാ. പക്ഷെ ഞങ്ങൾക്കൊക്കെ അന്ന് ഏകദേശമൊക്കെ തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അറിയാം. അമ്മച്ചിയുടെ ഏറ്റവും ഇളയ മോളല്ലേ എന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇത് എവിടുന്നാ വിളിക്കുന്നേ എന്ന് ചോദിച്ചവൻ പറഞ്ഞു ചെമ്പകപ്പാറയെന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ചെമ്പകപ്പാറയെന്ന് പറഞ്ഞാലും ഇടുക്കി ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെയൊക്കെ ഉപ്പുതോടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങ് കമ്പളികണ്ടം, ചെമ്പകപ്പാറ ഇങ്ങനെ അങ്ങ് പോണ സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെ കമ്പളികണ്ടത്തും ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. അപ്പം ചെമ്പകപ്പാറയിലൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ തീരെ ചെറുതാണ്, എനിക്ക് ഓർമ്മ പോലും ഇല്ല. അവിടെ വെച്ചൊന്നും സ്കൂളിലൊന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കാഞ്ഞാറ്റി വന്നു കഴിഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് സ്കൂളിലൊക്കെ ചേർത്തത്. അപ്പോഴെന്തേരാ പറഞ്ഞത് ഞാൻ ഇന്നടത്തെ ഇന്നയാളാന്ന് പറയും. പക്ഷെ അമ്മ ഈ കുറച്ച് നാൾ വരെയും ഈ ചെമ്പകപ്പാറയുണ്ടായിരുന്നു. ഇപ്പം അവരൊക്കെ ഇപ്പം ഈ വീഡിയോ കാണുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യൂന്ന് ഞാൻ ആ പുള്ളിയോട് പറയുകയും ചെയ്തു. ആയിക്കോട്ടെ, ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എല്ലാ വീഡിയോസും കാണാറുണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചീനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ വരണം, ഞാനും കുടുംബമൊക്കെ ആയിട്ട് വരണം എന്ന് ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമില്ല, അമ്മച്ചി ഇല്ലെന്ന് ഓർത്തുകൊണ്ട് വരാതിരിക്കേണ്ട കാര്യമില്ല, എപ്പോൾ വേണേലും വരാമെന്ന് പറഞ്ഞു. അപ്പോഴെന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടമായി. എന്നോട് പറഞ്ഞു അന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഏകദേശം ഒരു 35 വർഷത്തിനൊക്കെ മുമ്പലത്തെ കാര്യമാണ് ഈ പുള്ളി എന്നോട് പറയുന്നത്. 35-40 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൊരു കാര്യം, അന്ന് പുള്ളിക്ക് തീരെ ചെറുപ്പമാണ്, പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 8-9 വയസ്സേ കാണത്തുള്ളെന്ന് പറഞ്ഞു. അമ്മച്ചി അവിടെ ഉണ്ടായിരുന്ന ഒരു സമയം ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ എപ്പോഴും പറയില്ല, ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലായിടത്തും ഒന്നും താമസവും കാണില്ല, വീടും കാണില്ല. അപ്പം ഉള്ള വീട്ടിൽ നിന്ന് അവിടെ പോയി പണിയിപ്പിക്കാനായിട്ടൊക്കെ ചെറിയ ഷെഡൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അവിടെ പോയി പണിയിപ്പിച്ചിട്ട് തിരിച്ചിങ്ങ് പോരുമൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു കറുകപ്പള്ളി അമ്മ ഒരുപാട് ഭക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്, ചേച്ചി ചിലപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, എൻ്റെ വീട്ടുപേര് കറ്റിയാമരയിൽ നിന്നാന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓർത്തപ്പോൾ ശരിയാണ്, അവിടുത്തെ കുറേ ഒരു സോമനുണ്ടായിരുന്നു, ഒരു സുഖം ഉണ്ടായിരുന്നു, ഇതൊക്കെ ഇങ്ങനെ അമ്മച്ചി പറയുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അതിൽ ഞങ്ങൾ അവിടെ ചെയ്ത് അവർ 8 പെണ്ണും 3 ആണുമായിരുന്നു. അവരങ്ങനെ 11 മക്കളായിരുന്നു. അപ്പം ഈ പെൺപിള്ളേരിൽ എല്ലാം തന്നെയുണ്ട്. എല്ലാവരും തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം ആലോചിക്കാതെ, അല്ല കല്യാണം നടക്കാതെ ആരും താത്തി പറയുക, അല്ല ഞാനിത് പറയുമെന്ന് പറഞ്ഞിട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടേതായ ജീവിതം തേടി, കാരണം അതായിരുന്നു സാഹചര്യം. പിന്നെ അതിൻ്റെ അകത്ത് ഈ 3 ആണിൽ ഒരാണ് വിഷം തൊട്ട് മരിച്ചും പോയി, ബാക്കി 2 പേരാ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു വലിയൊരു എന്നതാ ആലാനിക്കൽ അങ്ങനെ എന്തോ ഒരു വീട്ടുകാരുടെ പറമ്പിൽ അവരിങ്ങനെ ഒരു ചെറിയൊരു വീട് കെട്ടി താമസിക്കുന്ന ഒരു സമയമാണ്. അപ്പം എനിക്ക് ഇപ്പം ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ഹിന്ദു ആയാലും മനുഷ്യജാതി ഒന്നേ ഉള്ളൂ. ഇന്ന് ആ പുള്ളി അത് തന്നെയാണ് പറഞ്ഞത്. അന്നേരം അവിടെ ഈ ശവവടക്കിൻ്റെ ഒരു സമയം വന്നത്. അപ്പം അന്നും ഇന്നും അന്ന് വെച്ചാൽ ഇതായി ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ലൈവിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കാനായിട്ടൊന്നും പറയുന്നതല്ല കേട്ടോ ഞാനിത്. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പള്ളിക്കാർക്കാണേലും ഈ പള്ളിയിലൊക്കെ ഇങ്ങനെ ഒരു ഫണ്ട് അടയ്ക്കണം. അപ്പോൾ അതിങ്ങനെ കുടിശ്ശികയായിട്ട് വന്ന് കിടക്കുമായിരുന്നു. പക്ഷെ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു ഫണ്ടും അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അവനവൻ്റെ പറമ്പിൽ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ദയിപ്പിക്കും. അപ്പോൾ ഈ ഫണ്ട് അടച്ചില്ല എന്നും പറഞ്ഞതിൻ്റെ പേരിൽ
എന്ത് കാണിച്ചു? അപ്പൊ ഇവര് പള്ളിയിലോട്ട് ഈ ബോഡി എടുപ്പിച്ചില്ല. അന്നേരം അത് ഫണ്ട് ഇവരൊന്നെങ്കിൽ ഈ പള്ളിക്കാർ ഈ ഫണ്ട് പിടിക്കുന്ന, ഒന്നെങ്കിൽ കല്യാണം നടക്കും, ഇവർക്ക് മാസത്തിൽ എന്തോ കൊടുക്കണം, എന്തൊക്കെയോ പൈസകൾ കൊടുക്കണം പള്ളിയിൽ. അപ്പൊ ഒന്നെങ്കിൽ ഇവർ പിടിക്കുന്നത് ഒന്നെങ്കിൽ മാമോദീസയുടെ സമയം വരുമ്പോ, അല്ലെ കല്യാണം, അല്ലെ മരണം വരുമ്പോ. അപ്പൊ ഈ ഫണ്ട് അടയ്ക്കാതെ വന്നപ്പോ അത് ഭയങ്കര വിഷയമായി, പ്രശ്നമായി. ഇവർക്ക് അടക്കം ചെയ്യാൻ സ്ഥലവുമില്ല, ഒന്നുമില്ല. അപ്പം ഈ പയ്യൻ ഭയങ്കര കരച്ചിൽ. ഒരാൾ മരിച്ചെന്ന് പറഞ്ഞില്ലേ, ഒരാള് ആ കാലഘട്ടത്തിൽ തന്നെ ഈ പഞ്ഞവും പട്ടിണിയും പരിവട്ടവും കാരണം നാട് വിട്ടുപോയി. ഉടനെ എന്നോട് പറഞ്ഞതാ, എൻ്റെ പൊന്നെ, അന്ന് ഞങ്ങൾ കരഞ്ഞ കരച്ചിലിന് ഒരറുതിയില്ലെന്ന് പറഞ്ഞു. അന്നത്തെ കാലത്തൊക്കെ പൊതുശ്മശാനം, അല്ലെ ചുടുകാട്, ഇതൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അന്ന് അവിടെ കിലോമീറ്ററോളം നടന്നു കൊണ്ടുപോയി, അങ്ങനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അടക്കുക ചെയ്തതെന്ന് പറഞ്ഞു. ഒരു കർമ്മം ചെയ്തിട്ടില്ല, തലയ്ക്കിലൊരു തിരി വെച്ചിട്ടില്ല, കുരിശ് വെച്ചിട്ടില്ല, അല്ലെ ഒരു ഹിന്ദുക്കളുടെ രീതിക്കോ അല്ലെ മുസ്ലിംസിന്റെ രീതിക്കോ ഒന്നും അല്ല അടക്കം ചെയ്തത്. എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട്. ഞാൻ അന്ന് ഒരുപാട് കരഞ്ഞെന്ന് പറഞ്ഞു. എന്നാ പയ്യനെങ്ങാണ്ട് 13 വയസ്സെങ്ങാണ്ട്. അന്നേരം എൻ്റെ അമ്മച്ചി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, മോൻ വിഷമിക്കണ്ട, മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇതിനൊക്കെ ഉള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല മോനെ. എൻ്റെ അപ്പനെ വെറും പട്ടിയെ പോലെ കൊണ്ട് അടക്കം ചെയ്ത് കറിവേപ്പള്ളി അമ്മയെന്നും പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു പറഞ്ഞു. കാരണം അന്നത്തെ കാലത്ത് നമുക്കൊക്കെ ഒരു എഴുത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആഴ്ചകൾ പിടിക്കും കിട്ടണം. അന്ന് ഫോണില്ല, ഒന്നുമില്ല. അന്ന് അമ്മയൊക്കെ ഇപ്പുറത്തെ നമ്മുടെ ഉപ്പുതോട്ടിൽ താമസിക്കുവാണ്. അന്ന് അവിടെ സ്ഥലമൊക്കെ. പിന്നെ അവിടെ ചെമ്പകപ്പാറയിലെ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഒരുപാട് കരയും ബഹളം വെക്കുകയൊക്കെ ചെയ്തിട്ട് ആ പയ്യൻ ആ അടക്കും ഇതും കഴിഞ്ഞ് അമ്മച്ചിയുടെ കൂടെ ഇനി ഉപ്പുതോട്ടിലോട്ട് വന്നിട്ടും, ഉപ്പുതോട്ടിലും കാഞ്ഞാറ്റിലും കരിമിലോട്ട് കുറേ കാലങ്ങൾ ആ പയ്യനുണ്ടായിരുന്നു. അമ്മ എന്നിട്ട് സ്കൂളിൽ വിടുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. നിനക്കൊരു നല്ലൊരു സമയം വരും, അന്ന് നമുക്കിതിനെല്ലാം നമുക്ക് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിവിധി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ട് അടക്കം ചെയ്തപ്പോൾ അമ്മ അന്നൊരു വാക്ക് ആ പയ്യൻ്റെ അടുക്കൽ പറഞ്ഞു, മോൻ വിഷമിക്കണ്ട, എന്നെ അടക്കം ചെയ്യുമ്പോഴും എന്നായാലും ഈ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കർമ്മവും ചെയ്തും കറുകപ്പള്ളി അമ്മേനെ അടക്കത്തില്ല. മോൻ ഇത് ഓർമ്മയെ വെച്ചോ, എൻ്റെ ഈ വാക്ക് ഞാൻ മരണം വരെ പാലിച്ചിരിക്കുക. എന്നാന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇത് പറയത്തില്ലോ. അമ്മ അത് എപ്പോഴും ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം കൂടെയാണ്. അതുകൊണ്ട് ആ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അമ്മയുടെ ബോഡി ദഹിപ്പിച്ചത്. ഇന്ന് ആ പയ്യനൊക്കെ ആ ഒരു പ്രദേശത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു പണക്കാരന്മാരിൽ ഒരാളായപ്പോൾ പുള്ളി ഇവിടെ ലണ്ടനിലൊക്കെ പോയി ഒരുപാട് സാമ്പത്തികം ഉണ്ടാക്കി. അമ്മയുടെ അടുത്ത് എങ്ങാണ്ട് ഇന്ന് 9ാം ക്ലാസ് വരെ എങ്ങാണ്ട് പോകുള്ളൂ. ബാക്കി എവിടേക്കോ പോയി നിന്ന് പഠിക്കുകയും പിറക്കുകയും ഒക്കെ ചെയ്ത് വലിയ നല്ല നിലയിലെത്തി. എന്നിട്ടും അമ്മച്ചീനെ ഓർത്തിട്ട്, അല്ലെ അമ്മച്ചി ആ പറഞ്ഞ വാക്ക് പാലിച്ചിട്ട് അമ്മച്ചിക്ക് വേണ്ടിയിട്ടൊരു ഫോൺ കോൾ വിളിക്കാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, എൻ്റെ എവിടെയോ എനിക്ക് ഒരു കൂടപ്പുറപ്പ് പോലെ എനിക്ക് തോന്നിയ ഒരു കാര്യമായത്. അപ്പം ഇതിൻ്റെ അകത്ത് അടക്കലും പിറക്കലും ഒന്നും ഞാൻ പറയുവാണെങ്കിലും, അല്ലെ ആ പയ്യൻ പറയുവാണെങ്കിലും ഒരു കാര്യമില്ല. എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പച്ചനെ അടക്കിയതുപോലെ തന്നെ അമ്മച്ചി മരിച്ചപ്പോഴും അതുപോലെ തന്നെ അവിടെ ഒരു കർമ്മവും കാര്യവും ചെയ്തിട്ടില്ല, ഒരിടത്തും ഇല്ല. ഇപ്പം ഞങ്ങളത് പൊതുശ്മശാനത്തിൽ ദഹിപ്പിക്കുക ചെയ്തേ, ഞാനും മരിച്ചാൽ അതേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. മക്കളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു എന്നോട്. അപ്പം എന്തായാലും ഇങ്ങനെ ഒരു വാക്ക് എൻ്റെ അമ്മ പറഞ്ഞത് എനിക്കത് നിറവേറ്റാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പോഴും എനിക്ക് അമ്മേനെ കൊണ്ടുപോയി ഒരു കർമ്മവും ചെയ്യാതെ അടക്കി അതിൻ്റെ അകത്ത് വസ്വഞ്ചകമോ അല്ലെങ്കിൽ അതിൽ മരിച്ചാൽ 5 മരണമെന്നോ അല്ലാത്ത ദോഷങ്ങളോ ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു കാര്യമില്ല. ഒരു മനുഷ്യൻ ഭൂമിയിലോട്ട് ജനിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിധിയും കൊണ്ട് തന്നെയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ജനനവും മരണവും മാത്രമേ ഭൂമിയിൽ ഒരു സത്യവും ഉള്ളൂ താനും. അതിൻ്റെ അകത്ത് നമുക്ക് ആരെവിടെയെല്ലാം തടവറ കയറിയിരുന്നെല്ലാം മരിക്കുന്ന സമയത്തും മരിക്കും. അതിൻ്റെ അകത്ത് ഒരു പഞ്ചമിയും ഒരു പഞ്ചകവും നോക്കിയിട്ട് കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ഉണ്ട് കേട്ടോ. ആ വിശ്വാസത്തിൻ്റെ പുറകെ നിങ്ങൾ പൊയ്ക്കോളുക. അല്ലാതെ ഞാനിത് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ആരും പരിഭവിക്കേണ്ട കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. ടാറ്റാ ബൈ ബൈ. ഓക്കെ.